ഹായ് ഗെയ്സ്, എജെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നമ്മുടെ ഉഷയുടെ പവർ സ്റ്റിച്ചിങ് മെഷീനിൽ എങ്ങനെയാണ് ബോമിൽ നൂല് ചുറ്റുക എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ മെഷീനിൽ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെങ്ങനെ നൂലിടാം എന്നതാണ്. അപ്പോൾ നമ്മുടെ മെഷീനിൽ വരുന്ന ലെഫ്റ്റ് സൈഡ് വരുന്ന ഈ സാധനത്തിൽ നമ്മൾ നൂലിട്ടു. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ വരുന്ന ഈ ഒരു ഹോൾസിലൂടെ നമ്മൾ നൂല് കയറ്റാൻ പോവുകയാണ്. ഇതേപോലെ നമ്മൾ നൂല് വലിച്ചെടുത്തിട്ടുണ്ട്. ഇതിലൂടെ എടുത്ത നൂല് നമ്മൾ ഈ ഒരു സാധനത്തിൽ കണ്ടില്ല, 3 ഹോൾസാണ് വരുന്നത്. ഇതിൻ്റെ ഫസ്റ്റത്തെ ഹോൾസിലൂടെ നമ്മൾ ഇടാണ്. ഇതിലൂടെ എടുത്ത് നമ്മൾ പുറത്തേക്ക് എടുത്തു. അതിനുശേഷം ഈ 3ാമത്തെ ഹോൾസിലൂടെ നമ്മൾ ഇപ്പുറത്തേക്ക് ഇടുകയാണ്. കണ്ടില്ലേ, നമ്മൾ ഇവിടുന്ന് അതിലേ വന്ന് നേരെ ഈ ആദ്യത്തെ ഹോൾസിലൂടെ പുറത്തേക്ക് എടുത്തു. ഇതിലേ കൂടി നമ്മൾ ഈ അവസാനത്തെ ഹോൾസിലൂടെ ഇട്ട് ഇങ്ങോട്ടേക്കും എടുത്തു. ഇനി നമ്മൾ എടുത്തേക്ക് ഇടേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഹോൾസ്, ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇടാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു നൂല് നമ്മൾ ഈ ഒരു ഹോൾസിലേക്ക് ഇടാൻ പോവുകയാണ്. ഈ ഹോൾസിലൂടെ നമ്മൾ പുറത്തേക്ക് എടുത്തു. അതേപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ താഴെ ഒരു ഹോൾസ് ഉണ്ട്, ആ ഹോൾസിലൂടെ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. ഇതേപോലെ നമ്മളൊന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. കണ്ടില്ലേ, ഇതിലൂടെ നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഈ ഒരു ഹോൾസിലാണ്. ഈ ഒരു ഹോൾസിൽ നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വലിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റൗണ്ടിനുള്ളിൽ നമ്മൾ ടൈറ്റ് ചെയ്യാൻ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതേപോലെ മുകളിലോട്ടേക്ക് വലിക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഇരുമ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഇരുമ്പിൻ്റെ ഉള്ളിലെ വലിക്കുക. അതേപോലെ തന്നെ ഇവിടെ ഒരു സാധനം കാണുന്നില്ലേ, അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മളൊന്ന് ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു ഇതാണ് നമ്മുടെ മെയിൻ കാര്യം, ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ ഇതിലേക്ക് കൂടി എടുത്തു. കണ്ടില്ലേ, ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നൂല് ഈ ഒരു ഹോൾസിലൂടെ ഇട്ടു. നമ്മൾ നേരെ നമ്മുടെ മെഷീൻ്റെ അടുത്തേക്ക് വന്നു. മെഷീൻ്റെ ഈ ഹോൾസിലൂടെ ഇട്ട് ഇതിലേ പുറത്തെടുത്ത് ഈ 3ാമത്തെ ഹോൾസിലൂടെ നമ്മൾ വീണ്ടും ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് എടുത്തു. നേരെ ഈ 2 ഹോൾസ് നേരെ ഇവിടെ, അത് കഴിഞ്ഞ് നമ്മുടെ ടൈറ്റ് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഇവിടെ നമ്മളിട്ടു. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ വരുന്ന ഈ ഇരുമ്പിലേക്ക് ഇട്ടു. അതിനുശേഷം ഈ ഒരു ഹോൾസിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇവിടുന്ന് പോയത് നമ്മുടെ ഈ ഒരു ഹോൾസിലേക്കാണ്. നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി വരുന്നത് നമ്മുടെ ഇതിൻ്റെ ഇപ്പുറത്തുള്ള ഈ ഒരു ചെറിയ ഹോൾസ്. അത് കഴിഞ്ഞ് നമ്മുടെ മെഷീൻ്റെ ഇവിടെ, ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ സൂചിയിലേക്ക് നമ്മൾ ഇടുമ്പോൾ ഇതൊന്ന് താഴ്ത്തി കൊടുത്തിട്ട് ഇടാൻ ശ്രമിക്കാം. പെട്ടെന്ന് നമുക്ക് ഇടാൻ പറ്റും. ഓക്കെ അല്ലേ, ഇത് നമ്മളൊന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം.